ദൈവത്തെ സേവിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ നന്മ മുഴുവൻ. എന്നാലും അഹങ്കരിക്കരുത്. ഞാനും നിങ്ങളും ഈ നമ്മുടെ ഇടയിൽ അഹങ്കാരമുള്ള ധാരാളം എണ്ണം ഉണ്ട്. ഞാനൊരിക്കലെ കുമ്പനാട്ട് നിൽക്കുമ്പോഴേ ഒരു ദൈവദാസന്റെ ഭാര്യ ഇച്ചിരി അഹങ്കാരിയാണ്. അപ്പൊ നേരത്തെ എവിടോ ഇരുന്ന സഭയിലെ വിശ്വാസി വന്ന് അപ്പൊ ഒരു കാറും ഒക്കെ കിട്ടി. ഇവളിങ്ങനെ കാറിനകത്ത് ഇരിക്കുക. എല്ലാ സഹോദരിമാരും കുഴപ്പടിയല്ല, നല്ല സഹോദരിമാരുണ്ട്. എന്നാൽ ഇടയ്ക്കല്ല. അപ്പൊ അച്ഛന് അഹങ്കാരിയാ. മുടിയെല്ലാം ഇങ്ങനെ പൊക്കിക്കെട്ടി ചെമ്പോയി കച്ചി കൊണ്ടുപോകുമ്പോൾ ഒരു 10-12 സ്ലൈഡും ഒക്കെ വെച്ചിങ്ങനെ. അപ്പൊ മുൻകാലങ്ങളിൽ എവിടെ ഇരുന്ന സഭയിലെ സാധുവർഗത്തിൽപ്പെട്ട 2 സഹോദരിമാര് വന്ന് സംസാരിക്കാൻ അടുത്ത് വന്നപ്പോ ഇവക്ക് സംസാരിക്കാൻ മേല. അപ്പൊ ഞാനിത് നോട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം വലിയ വീട്ടിലെ കൊച്ചമ്മമാര് 3-4 എണ്ണം വന്നപ്പോ ഡോറ് തുറന്ന് ഇവളെ ഇറങ്ങി. ഉണ്ടോ? വണ്ടി മേടിച്ചതോ വീട് വെച്ചതിന് ഞാൻ എതിരല്ല. എല്ലാവർക്കും വണ്ടിയും വീടും കിട്ടട്ടെ. പക്ഷേ അഹങ്കരിക്കരുത്. ദൈവം നമ്മെ നടത്തിയ വിധം ഒന്നും മറക്കരുത്. ഞാൻ മിക്കയിടത്തും പറയും അനുഭവത്തിൽ നിന്നാ. ഞാന് വേറൊരു ദൈവദാസനും കുടുംബവും ഞാനും കൂടെ യാത്ര ചെയ്യുക. അപ്പോൾ യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, ഞാൻ വേറെ 2 ദൈവദാസന്മാരും വണ്ടി ഓടിക്കുന്ന സഹോദരൻ സാമും ഉണ്ട്. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തപ്പോഴേ അവരുടെ കൂടെ ദൂരെ യാത്രയ്ക്ക് പോവുക. എനിക്കും ശുശ്രൂഷയുണ്ട്. അപ്പം അവരുടെ വണ്ടിയല്ലേ അങ്ങനെ അങ്ങോട്ട് പോയപ്പോഴ് റോഡിൽ കൂടെ ഒരു ദൈവദാസൻ ട്രാക്റ്റും ഒക്കെ കൊടുത്തേച്ച് നടന്നു വരുന്നു, ഒരു സാധുവായ മനുഷ്യന്. അപ്പൊ ഈ വണ്ടിക്കകത്തിരുന്ന സഹോദരൻ പറഞ്ഞു, ഈ ഒരു ദൈവദാസനാണല്ലോ പോകുന്നേ. ഉടനെ ഇവൾ എടുത്ത വായുടെ പറയോ, ഓ അയാൾ ഇങ്ങനെ തെണ്ടി നടക്കുന്നവനാണ്. ആ ഭാഷ പാടില്ലായിരുന്നു. അഹങ്കാരത്തിന്റെ കൂടുതലാ. എനിക്ക് ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് സൂക്കേടുണ്ടാകും. എന്റെ സൂക്കേട് കൊണ്ടാ പല വഴികളും അടഞ്ഞത്, അത് വേറൊരു വിഷയം. എന്നാലും എനിക്ക് സൂക്കേടുണ്ട്. ഇവള് പറയാ അല്ലിങ്ങനെ തെണ്ടി നടക്കാം. ഞാൻ പറഞ്ഞു, സാമയ വണ്ടി നിർത്തടാ. വണ്ടി നിർത്തി. ഞാൻ പറഞ്ഞു, അയാളും തെണ്ടി നമ്മളും തെണ്ടി. അയാൾ റോഡിൽ നടന്ന് തെണ്ടുന്നു, നമ്മൾ കാറിൽ പോയി തെണ്ടുന്നു. അയാള് മുണ്ടെടുത്തോണ്ട് തെണ്ടുന്നു, നമ്മൾ പാൻറിട്ടോണ്ട് പോയി തെണ്ടുന്നു. അയാൾ കേരളത്തിൽ തെണ്ടുന്നു, നമ്മൾ അമേരിക്കയിലും ഗൾഫിലും പോയി തെണ്ടുന്നു. അയാൾ തെണ്ടി 50 രൂപ മേടിക്കുന്നു, നമ്മൾ തെണ്ടി 50 ലക്ഷം മേടിക്കുന്നു. അയാൾ സ്റ്റാൻഡേർഡ് കുറഞ്ഞ തെണ്ടി, നമ്മൾ സ്റ്റാൻഡേർഡ് ഉള്ള തെണ്ടി. അയാൾ സൈക്കിളിൽ പോയി തെണ്ടുന്നു, നമ്മൾ വിമാനത്തിൽ പോയി തെണ്ടുന്നു. അയാളുടെ ഭാര്യയും തെണ്ടിയുടെ ഭാര്യ, നമ്മുടെ ഭാര്യയും തെണ്ടിയുടെ ഭാര്യ. എല്ലാരും തെണ്ടി, മൊത്തം തെണ്ടി. പണ്ട് വിടറാന്ന് പറഞ്ഞു. അവിടെ സൂക്കേട് അന്ന് തീർന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിപ്പോ പറയുക, അയ്യോ യാതൊരു വിവരമില്ലാത്തവനെയാണല്ലോ നമ്മുടെ മഹായോഗത്തിനൊടുവിൽ ഇന്ന് ഞാൻ തന്നെ ഇവിടെ വരേണ്ടത്, വേറെ ആര് വന്നാൽ ഏക്കുകയല്ല. ദൈവം എന്നെ കൊണ്ടുവന്നതാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സ്തോത്രം. ദൈവം എന്റെ മേൽ പ്രത്യേക അഭിഷേകം തന്നിരിക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്. ആരുടെ മുഖം നോക്കത്തില്ല. കർത്താവിന് മകത്ത് ആരുടെ ഒപ്പീസും എനിക്ക് വേണ്ട. എനിക്ക് ചൈന പ്രദക്ഷിണം നടത്താൻ ഓച്ചാനിച്ച് നിൽക്കാനൊന്നും നേരമില്ല. അവൻ പെട്ടെന്ന് വേല തീർച്ചാൽ എനിക്ക് ഇപ്പം അങ്ങോട്ട് അങ്ങ് പോകണം, അത്യാഗ്രഹമുള്ളു. അതുകൊണ്ട് എട്ടമ്പലം നോക്കുന്നില്ല, നേരെ നെടുക അങ്ങ് പോകുക. കർത്താവിന് മകത്ത് ഇവിടെ ആരുടെ അഭിപ്രായം വേണ്ട, നന്നൊന്നും പറയണ്ട, മോശം ഒന്നും കേൾക്കാൻ എനിക്ക് നേരമില്ല. എന്നെ ഏൽപ്പിച്ച കാര്യം പറയുക, വീട്ടിൽ പോവുക. സ്തോത്രം. അഹങ്കരിക്കരുത്. ദൈവം നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നു. ആരാധനയ്ക്ക് പൊസിഷൻ തടസ്സമല്ല. ദാവീദ് കുതിച്ചു നിർത്താൻ ചെയ്തപ്പോൾ മീകളും നിന്ദിച്ചു. നീ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വർഷിപ്പ്. അവൻ പറഞ്ഞടി, നിന്നെ കെട്ടുന്നതിന് മുന്നേ ഞാൻ വനാന്തര ഭാഗത്ത് പുൽപ്പുറത്തായിരുന്നു. എന്റെ ദൈവം എന്നെ കൊണ്ടുവന്നതാ. എന്റെ ദൈവം എന്നെ ഇത്രത്തോളം ഉയർത്തി. ദൈവം ചെയ്ത നന്മകൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യാതൊരു യോഗ്യതയും അർഹതയില്ലാതെന്ന സ്ഥാനത്ത് ദൈവം നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നു.